എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പിൽവേസിനെ കുറിച്ചാണ്. സ്പിൽവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സേഫ്റ്റി വാൽവ് ഫോർ എ ഡാം. ഒരു ഡാമിൻ്റെ സേഫ്റ്റി വാൽവ് എന്നാണ് സ്പിൽവേ അറിയപ്പെടുന്നത്. ദേ ആർ ദി സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റഡ് അറ്റ് എ ഡാം സൈറ്റ് ഫോർ ഡിസ്പോസിങ് ഓഫ് ദ വാട്ടർ ഫ്രം അപ് സ്ട്രീംസ് ടു ഡൗൺ സ്ട്രീം. അതായത് അപ് സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വാട്ടറിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സ്പിൽവേ എന്ന് പറയുന്നത്. അതായത് എക്സസ് ഉള്ള വാട്ടർ സ്പിൽവേയിൽ കൂടെയാണ് പോകുന്നത്. ലൊക്കേഷൻ ഓഫ് ദ സ്പിൽവേ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് വിത്തിൻ ദ ബോഡി ഓഫ് ദ ഡാം, പിന്നെ എൻറ്റയർലി അവേ ഫ്രം ഇറ്റ് അറ്റ് ദി വൺ എൻഡ് ഓഫ് ഇറ്റ്. ഒന്നില്ലെങ്കിൽ ഒരു എൻഡിലായിരിക്കും, അവേ ഫ്രം ഇറ്റ് ആണ് വിത്തിൻ ദ ബോഡി ഓഫ് ദ ഡാം ആയിരിക്കും. ഓക്കെ, ഇനി സ്പിൽവേ ഇസ് ദ ഓവർഫ്ലോ പോർഷൻ ഓഫ് എ ഡാം ഓവർ വിച്ച് സർപ്ലസ് ഡിസ്ചാർജ് ഫ്ലോസ് ഓവർ ദ റിസർവോയർ ടു ദി ഡൗൺ സ്ട്രീം. അപ്പോൾ സർപ്ലസ് വാട്ടർ റിസർവോയറിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് പോകാനുള്ള സ്ട്രക്ചറാണ് സ്പിൽവേ എന്ന് പറയുന്നത്. ഫോർ സേഫ്റ്റി സ്പിൽവേ ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ടു ഡിസ്ചാർജ് ഫ്ലഡ്സ് ലൈക്ലി ടു ഒക്കർ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ ഡാം. അപ്പോൾ സ്പിൽവേസിന് ഡിസ്ചാർജൊക്കെ ഫ്ലഡ്സ് കാരണം ഉണ്ടാകുന്ന ഡിസ്ചാർജൊക്കെ കളയാനുള്ള സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഉണ്ടാവും. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പിൽവേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രീ ഫോൾ ഓർ സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ, ഓഗി ഓർ ഓവർഫ്ലോ സ്പിൽവേ, സൈഡ് ചാനൽ സ്പിൽവേ, chute or open channel or trough spillway, conduit or tunnel spillway, drop inlet or shaft or morning glory spillway, siphon spillway. അപ്പോൾ അങ്ങനെ 7 ടൈപ്പ് സ്പിൽവേ ആണുള്ളത്. ഇതിന് ഡിഫറെൻറ്റ് പേരുകൾ തന്നിട്ട് അടുത്ത അതർ പേര് ചോദിക്കാറുണ്ട്. അതായത് ചൂട്ട് സ്പിൽവേയുടെ വേറെ പേരെന്താണെന്ന് ചോദിക്കും, ട്രഫ് സ്പിൽവേ. അതുപോലെ തന്നെ ഷാഫ്റ്റ് സ്പിൽവേയുടെ വേറെ പേര് മോർണിംഗ് ഗ്ലോറി സ്പിൽവേ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പേരുകൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീ ഫോൾ ഓർ സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ, ഇറ്റ് ഫ്ലോസ് ഫ്രീലി ഫ്രം ദി ക്രസ്റ്റ് ഓഫ് ദ ഡാം. ക്രസ്റ്റ് ഓഫ് ദ ഡാമിൽ നിന്ന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന സ്പിൽവേനാണ് സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി പ്രൊവൈഡ് വിത്ത് ഗേറ്റ്സ്, അതിൽ ഗേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലോസ് മേ ബി ഫ്രീലി ഡിസ്ചാർജിങ് ഓർ മേ ബി സപ്പോർട്ടഡ് ബൈ നാരോ ചാനൽ സെക്ഷൻ. ഫ്ലോ എന്ന് പറയുന്നത് ഫ്രീലി ഡിസ്ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് നാരോ ചാനൽ സെക്ഷൻ വഴി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് ഇറ്റ് മേ ബി എക്കണോമിക്കൽ ഫോർ ലോ ഹെഡ്സിന് ഈ ഫ്രീ ഫോൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ എക്കണോമിക്കലാണ്. ഫ്ലോർ ബ്ലോക്സ് ആൻഡ് എൻഡ് സിൽ ആർ പ്രൊവൈഡഡ്. അതിൽ ഫ്ലോർ ബ്ലോക്കും അതുപോലെ എൻഡ് സില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റി ഡാമിൽ, ആർച്ച് ഡാമിൽ, ബട്ട്രസ് ഡാമിലൊക്കെയാണ്. വെരി ഹൈ ഡാമിൽ നമ്മളിത് പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ, ലോ ഹെഡ് വിത്ത് ലോ ഹെഡ് കമ്പയർഡ് ടു അതർ ടൈപ്സ് എന്താ പറയുക, എക്കണോമിക്കലാണ് കുറച്ചും കൂടി ലോ ഹെഡ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഗേറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഫ്രീ ആയിട്ട് ക്രസ്റ്റ് ഓഫ് ദ ഡാമിൽ കൂടെ ഫ്ലോ ചെയ്യണതിനാണ് സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഓഗി സ്പിൽവേ. ഓഗി സ്പിൽവേ ഹാസ് എ കൺട്രോൾഡ് വെയർ ദാറ്റ് ഈസ് ഓഗി ഷേപ്പ്ഡ്. ഓഗി ഷേപ്പ് എന്ന് പറഞ്ഞാൽ എസ് ഷേപ്പ് എന്നാണ് മീനിങ്. അപ്പോൾ എസ് ഷേപ്പ് സ്പിൽവേനെയാണ് നമ്മൾ ഓഗി സ്പിൽവേ എന്ന് പറയുന്നത്. ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, അതിനൊരു എസ് ഷേപ്പാണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓവർഫ്ലോ ടൈപ്പ് സ്പിൽവേ. അതിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് ഓവർഫ്ലോ ടൈപ്പ് സ്പിൽവേ. ഓർത്ത് വയ്ക്കുക, ഓഗി സ്പിൽവേയുടെ വേറെ പേരാണ് ഓവർഫ്ലോ ടൈപ്പ് സ്പിൽവേ. ഓക്കെ, ഇറ്റ് റെഡ്യൂസ് ദി ഇമ്പാക്ട് ഓഫ് വാട്ടർ അറ്റ് ദി ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീമിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് ഈ എസ് ഷേപ്പ് സഹായിക്കും. ടു ഡ്രോപ്പ് ഓഫ് വാട്ടർ അറ്റ് ഡൗൺ സ്ട്രീം ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഡാം. ഡൗൺ സ്ട്രീമിലേക്ക് അതിൻ്റെ വാട്ടർ ഡൗൺ സ്ട്രീമിലേക്ക് ഫ്രം ദി ഫൗണ്ടേഷൻ ഓഫ് ദ ഡാമിൽ നിന്നുള്ള വാട്ടർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. സ്കവറിങ് കുറവായിരിക്കും, ആ ഷേപ്പ് അതുപോലെ ആയതുകൊണ്ട് തന്നെ സ്കവറിങ് കുറവായിരിക്കും. സ്മോൾ കോൺക്രീറ്റ് ഡാമിലാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ് റിക്രിയേഷണൽ ഇമ്പാക്റ്റ് അറ്റ് ദി ഡൗൺ സ്ട്രീം സൈഡ്. അപ്പോൾ അത് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഡൗൺ സ്ട്രീമിൽ ഇമ്പാക്റ്റ് കുറയും. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിക്രിയേഷണൽ ഇമ്പാക്റ്റാണ് ഡൗൺ സ്ട്രീമിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കാരണം തന്നെയാണ് അതിന് ഓഗി എന്നുള്ള പേര് വന്നത്. ഒരു എസ് ഷേപ്പാണ് അതിനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ചൂട്ട് സ്പിൽവേ ആണ്. ചൂട്ട് സ്പിൽവേയുടെ യൂസ് ചെയ്യുന്നത് എർത്ത് ഫില്ല് ഡാമിലാണ് ചൂട്ട് സ്പിൽവേ ഉപയോഗിക്കുന്നത്. അതിൽ അബ്രപ്റ്റ് സ്ലോപ്പ് ചേഞ്ചസ് നമ്മൾ അവോയ്ഡ് ചെയ്യും. അബ്രപ്റ്റ് ആയിട്ടുണ്ടാകുന്ന സ്ലോപ്പുകൾ നമുക്ക് ഈ സ്പിൽവേ വഴി അവോയ്ഡ് ചെയ്യാൻ പറ്റും. സ്പിൽവേ ഹൂസ് ഡിസ്ചാർജ് ഈസ് കൺവേയ്ഡ് ഫ്രം ദ റിസർവോയർ ടു ദ ഡൗൺ സ്ട്രീം ത്രൂ ആൻ ഓപ്പൺ ചാനൽ ഓർ ത്രൂ എ സാഡിൽ ഓർ ചൂട്ട്. അതായത് അതിൽ നിന്ന് നമുക്ക് റിസർവോയറിൽ നിന്നുള്ള വാട്ടർ ഡൗൺ സ്ട്രീമിലേക്ക് കൊടുക്കുന്നത് ഒരു ഓപ്പൺ ചാനലിലേക്കൂടെയോ അല്ലെങ്കിൽ സാഡിൽ അല്ലെങ്കിൽ ചൂട്ട് എന്ന് പറയുന്ന ചെറിയൊരു സ്ട്രക്ചർ, ഫിഗറിൽ നിന്ന് കാണാൻ സ്ട്രക്ചർ എന്താണ്, ഒരു ചൂട്ട് അല്ലെങ്കിൽ സാഡിലേക്കൂടെയാണ് നമ്മൾ ഈ വാട്ടർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് ചൂട്ട് സ്പിൽവേ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെലക്ഷൻ ഓഫ് ചൂട്ട് സ്പിൽവേ എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ഫോർ ദർ ഡിസൈൻ സിംപ്ലിസിറ്റിയാണ്. അതുപോലെ കൺസ്ട്രക്ഷനും അതുപോലെ ഡിസൈൻ സിമ്പിളാണ്.
അഡാപ്റ്റബിലിറ്റി ടു എനി ഫൗണ്ടേഷൻ കണ്ടീഷൻ ആൻഡ് ഓവറോൾ എക്കോണമി ഗുഡാണ്. അതുപോലെ തന്നെ എനി ഫൗണ്ടേഷൻ കണ്ടീഷനിൽ നമുക്കത് യൂസ് ചെയ്യാം. പ്രൊഫൈൽ ഓഫ് ചൂട് സ്പിൽവേ ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈറ്റ് ടോപ്പോഗ്രഫി. ഒരു സൈറ്റിൻ്റെ ടോപ്പോഗ്രഫി അനുസരിച്ച് അതിൻ്റെ പ്രൊഫൈലും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദീസ് ടൈപ്പ് ഓഫ് സ്പിൽവേസ് മേ ബി പ്രൊവൈഡ് വിത്ത് ഗേറ്റഡ് ഓറിഫൈസ്, എ സൈഡ് ചാനൽ ക്രസ്റ്റ് ഓർ അതർ കൺട്രോൾ ഡിവൈസും. ഇതിൽ ഒരു സൈഡ് ചാനൽ ക്രസ്റ്റ്, അതർ കൺട്രോൾ ഡിവൈസസും, അതുപോലെ തന്നെ ഇറ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് ഗേറ്റഡ് ഓറിഫൈസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കാരണം തന്നെയാണ് അതിന് ചൂട് സ്പിൽവേ എന്ന് വരുന്നത്. ഒരു ചൂട്ട് ഷേപ്പ് അല്ലെങ്കിൽ സാഡിൽ ഷേപ്പാണ് അതിന് വരുന്നത്. അതായത് അതിൽ വാട്ടർ റിസർവോയറിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഓപ്പൺ ചാനലിലേക്കൂടെ ഒരു സാഡിലേക്കൂടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്പിൽവേനെയാണ് നമ്മൾ സാഡിൽ സ്പിൽവേ അല്ലെങ്കിൽ ചൂട്ട് സ്പിൽവേ. അപ്പോൾ വേറെ പേര് ഓർത്ത് വയ്ക്കുക, ചൂട്ട് സ്പിൽവേയുടെ വേറെ പേരാണ് സാഡിൽ സ്പിൽവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സൈഡ് ചാനൽ സ്പിൽവേ. സൈഡ് ചാനൽ സ്പിൽവേ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് പ്രിൻസിപ്പൽ സ്പിൽവേ ഓർ എമർജൻസി സ്പിൽവേ. സൈഡ് ചാനൽ സ്പിൽവേയുടെ വേറെ പേരാണ് എമർജൻസി സ്പിൽവേ. ഇതിനെ പ്രിൻസിപ്പൽ സ്പിൽവേ ആയിട്ട് എമർജൻസി സ്പിൽവേ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലൈനിങ് ഓഫ് ദ സൈഡ് ചാനൽ സ്പിൽവേ വിത്ത് കോൺക്രീറ്റ് ഈസ് റിക്വയർഡ്. ഇതിൻ്റെ ലൈനിങ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എ സൈഡ് ചാനൽ സ്പിൽവേ ഈസ് വൺ ഹൂസ് കൺട്രോൾ വയർ ഈസ് പ്ലേസ്ഡ് അലോങ് സൈഡ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി പാരലൽ ടു ദി അപ്പർ പോർഷൻ ഓഫ് ദ സ്പിൽവേ ഡിസ്ചാർജ് ചാനൽ. സ്പിൽവേ ഡിസ്ചാർജ് ചാനലിന് പാരലൽ ആയിട്ടുണ്ടാവും സ്പിൽവേനെയാണ് നമ്മൾ സൈഡ് ചാനൽ സ്പിൽവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡിസ്ചാർജ് ചാനലിൻ്റെ അപ്പർ പോർഷൻ ഓഫ് ദ സ്പിൽവേ ഡിസ്ചാർജ് ചാനലിന് പാരലായിട്ടായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ കൺട്രോൾ വയർ എന്ന് പറയുന്നത് അലോങ് സൈഡ് ആയിരിക്കും. അതിൻ്റെ അതേ സൈഡിൽ തന്നെ വരികയാണെങ്കിൽ നമ്മൾ സെയിം സൈഡിൽ പാരലായിട്ടാണ് പോകണമെങ്കിൽ അതിൻ്റെ സൈഡ് ചാനൽ സ്പിൽവേ എന്നാണ് പറയുന്നത്. ഫ്ലോ മേ ബി ഡയറക്ട്ലി ഇൻ ടു ആൻ ഓപ്പൺ ചാനൽ ഓർ എ ക്ലോസ്ഡ് കോൺട്രീറ്റ് ഓർ ഇൻക്ലൈൻഡ് ആണ്. ഫ്ലോ എന്ന് പറയുന്നത് ഓപ്പൺ ചാനലിലേക്ക് ആവാം, ക്ലോസ്ഡ് കോൺട്രീറ്റിലേക്ക് ആവാം, അവർ ഇൻക്ലൈൻഡ് ടണലിൽ കൂടെ ആവും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എമർജൻസി സ്പിൽവേ ആണ്. ഇഫ് എ സഫിഷ്യൻറ്റ് ക്രസ്റ്റ് ലെങ്ത് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ആൻ ഓവർഫ്ലോ സ്പിൽവേസ് ഇൻ നാരോ വാലീസ്, എക്സസ് വാട്ടർ ഇസ് റിമൂവ്ഡ് ഫ്രം ദ റിസർവോയർ ത്രൂ എ സൈഡ് ചാനൽ സ്പിൽവേ. അപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ട് ക്രസ്റ്റ് ലെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ചാനൽ സ്പിൽവേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതിന് പാരലായിട്ട് ഉണ്ടാവുന്ന സ്പിൽവേ ആണ് സൈഡ് ചാനൽ സ്പിൽവേ എന്ന് പറയുന്നത്. When the dam is not rigid and it is undesirable to pass the flood water over the dam. അപ്പോൾ മോളിക്കോട് ഡാം അത്ര റിജിഡ് അല്ല, മോളിക്കോട് നമുക്ക് വാട്ടർ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ സൈഡ് സ്പിൽവേ യൂസ് ചെയ്യുന്നത്, സൈഡ് ചാനൽ സ്പിൽവേ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷാഫ്റ്റ് സ്പിൽവേനെ കുറിച്ചാണ്. എന്താണ് ഷാഫ്റ്റ് സ്പിൽവേ? It discharges excess water through a shaft that is constructed near the crest of the dam with the height less than that of the crest. അതായത് ഒരു ഷാഫ്റ്റിൽ കൂടെയാണ് നമ്മൾ ഫിഗർ നോക്കുക, ഫിഗറിൽ നിന്ന് മനസ്സിലാവും ഒരു ഷാഫ്റ്റ് ലൈക്ക് സ്ട്രക്ചറാണത്. ഷാഫ്റ്റിൽ കൂടെയാണ് നമ്മൾ എക്സസ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അതിന് ഷാഫ്റ്റ് സ്പിൽവേ എന്നാണ് പറയുന്നത്. It is used when the other type of spillways cannot be constructed due to lack of space. സ്പേസ് വളരെ കുറവുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ടൈപ്പ് സ്പിൽവേ യൂസ് ചെയ്യുന്നത്. റിപ്പയർ മെയിൻ്റനൻസും ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് കപ്പാസിറ്റി ആൻഡ് ഡീപ്പ് റിസർവോയേഴ്സ് ബിക്കോസ് ഓഫ് സ്റ്റെബിലിറ്റി പ്രോബ്ലം കാരണം ലാർജ് കപ്പാസിറ്റി ആൻഡ് ഡീപ്പ് റിസർവോയറിൽ ഷാഫ്റ്റ് സ്പിൽവേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഷാഫ്റ്റ് ലൈക്ക് സ്ട്രക്ചറാണ് അതിന് ഉണ്ടാവുക. ഓക്കെ, അതൊരു ഫണൽ പോലെയാണ് ആക്ട് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്ലോറി ഹോൾ സ്പിൽവേ എന്നും ഇതിന് പേരുണ്ട്. വാട്ടർ ഡ്രോപ്സ് ത്രൂ എ വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇൻ ദ ഫൗണ്ടേഷൻ മെറ്റീരിയൽ ടു എ ഹൊറിസോണ്ടൽ കോൺഡ്യൂട്ട് ദാറ്റ് കൺവേസ് ദ വാട്ടർ പാസ് ദ ഡാം. അപ്പോൾ അതൊരു വെർട്ടിക്കൽ ഷാഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു ഹൊറിസോണ്ടൽ കോൺഡ്യൂട്ട് കൂടെ നമ്മുടെ വാട്ടറിനെ മൂവ് ചെയ്യിക്കും. ലോവർ എൻഡ് ഓഫ് ദി ഷാഫ്റ്റ് ഈസ് ടേൺഡ് അറ്റ് റൈറ്റ് ആംഗിൾ ആൻഡ് ദെൻ വാട്ടർ ടേക്കൺ ഔട്ട് ബിലോ ദ ഡാം ഹൊറിസോണ്ടലി. അപ്പോൾ അതിൻ്റെ ലോവർ എൻഡ് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ പുറത്തേക്ക് പോകുന്നത് ഹൊറിസോണ്ടലി, ബിലോ ദ ഡാം അത് വരുന്നത് ഹൊറിസോണ്ടലിയാണ്. ഓക്കെ, അതിൻ്റെ വേറെ പേരാണ് ഗ്ലോറി ഹോൾ സ്പിൽവേ. അപ്പോൾ ഒരു ഫണൽ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് അത് ആക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈഫൺ സ്പിൽവേസിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ദി സൈഫണിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സൈഫൺ സ്പിൽവേയും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. വെൻ ദ വാട്ടർ റൈസസ് ഓവർ ദ ഫുൾ റിസർവോയർ ലെവൽ ദെൻ ദ വാട്ടർ സ്റ്റാർട്ട് സ്പില്ലിങ്. അപ്പോൾ വാട്ടർ ഫുൾ റിസർവോയർ ലെവലിനേക്കാൾ മുകളിലേക്ക് വരുമ്പോൾ വാട്ടർ സ്പില്ല് ചെയ്യും. ദർ ഇസ് എയർ വെൻറ്റ് ഫോർ റിമൂവിങ് ദ എൻട്രാപ്ഡ് പ്രഷർ ഇൻ ദ ഫ്രം ദ വാട്ടർ. അപ്പോൾ ഇവിടെ ഒരു എയർ വെൻറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്? എൻട്രാപ്ഡ് പ്രഷർ, അതിൽ വാട്ടറിൽ എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന പ്രഷർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എയർ വെൻറ്റും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സൈഫൺ പൈപ്പ് ഈസ് ഇൻസ്റ്റാൾഡ് വിത്തിൻ ദ ബോഡി ഓഫ് ദ ഡാം. സൈഫൺ പൈപ്പ് വിത്തിൻ ദ ബോഡി ഓഫ് ദ ഡാമിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. വാലീസ് നാരോ ആൻഡ് നോ സെപ്പറേറ്റ് സ്പേസ് ഈസ് അവൈലബിൾ. വാലി എന്ന് പറയുന്നത് നാരോയും അതുപോലെ വേറെ സെപ്പറേറ്റ് സ്പേസ് ഇല്ലാത്ത സ്ഥലത്താണ് ഇത് ഉപയോഗിക്കുന്നത്. എയർ വെൻറ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ലെവൽ ഓഫ് ദ എയർ വെൻറ്റ് ഈസ് നോർമൽ പൂൾ ലെവൽ.
എയർ വെൻറ്റിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ നോർമൽ പൂൾ ലെവലിൻ്റെ അതേ ലെവലിലാണ്. ലെവൽ ഓഫ് സൈഫൺ പൈപ്പ് ഈസ് ലോവർ ടു ദി പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദി ഡെബ്രിസ്. എൻട്രി ഓഫ് ഡെബ്രിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്, സൈഫൺ പൈപ്പിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. When the water level is less than the NPL, air enters the siphon through a air vent pipe. വാട്ടർ ലെവൽ NPL-നേക്കാൾ കുറവാകുമ്പോൾ എയർ ഈ സൈഫണിലേക്ക് എയർ പൈപ്പിൽ കൂടെ കടക്കും. അതുപോലെ WL NPL കൂടുതലായി കഴിഞ്ഞാൽ വാട്ടർ സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ത്രൂ സൈഫൺ. വാട്ടർ ലെവൽ NPL കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ സൈഫണിൽ കൂടെ പാസ് ചെയ്യും. അടുത്ത നമുക്ക് പറയാനുള്ളത് ടണൽ ഓർ കോൺഡ്യൂട്ട് സ്പിൽവേനെ കുറിച്ചാണ്. വേറെ ക്ലോസ്ഡ് ചാനൽ ഈസ് യൂസ്ഡ് ടു കൺവേ ദ ഡിസ്ചാർജ് അറൗണ്ട് എ ഡാം ത്രൂ ദ അഡ്ജോയിനിങ് ഹിൽ സൈഡ്സ്. ദ സ്പിൽവേ ഈസ് ഓഫൺ കോൾഡ് ടണൽ ഓർ കോൺഡ്യൂട്ട് സ്പിൽവേ. അതായത് ഒരു ക്ലോസ്ഡ് ചാനൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്പിൽവേനെയാണ് വാട്ടർ കണ്ടുപോകാൻ വേണ്ടിയിട്ട് കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ക്ലോസ്ഡ് ചാനലാണെങ്കിൽ നമ്മൾ അവിടെ പറയുന്നത് ടണൽ ഓർ കോൺഡ്യൂട്ട് സ്പിൽവേ എന്നാണ്. ദ ക്ലോസ്ഡ് ചാനൽ മേ ടേക്ക് ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ ഓർ ഇൻക്ലൈൻഡ് ഷാഫ്റ്റ്, എ horizontal tunnel through the earth or rock, or a conduit constructed in an open cut and backfilled with earth material. ക്ലോസ്ഡ് ചാനൽ പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിരിക്കും, വെർട്ടിക്കൽ ആയിരിക്കും, ഇൻക്ലൈൻഡ് ആയിരിക്കാം, ത്രൂ എർത്ത് അല്ലെങ്കിൽ റോക്ക്. ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഓപ്പൺ കട്ടിലായിരിക്കും, എന്നിട്ട് എർത്ത് മെറ്റീരിയൽസ് വെച്ചിട്ട് ബാക്ക് ഫിൽ ചെയ്യാണ് ചെയ്യുന്നത്. ടണൽ സ്പിൽവേസ് ആർ അഡ്വാൻറ്റേജസ് ഫോർ ഡാം സൈറ്റ്സ് ഇൻ നാരോ ഗോർജസ് വിത്ത് സ്റ്റീപ്പ് അബട്ട്മെന്റ്സ് ഓർ അറ്റ് സൈറ്റ്സ് വെർ ദർ ഇസ് എ ഡേഞ്ചർ ടു ഓപ്പൺ ചാനൽസ് ഫ്രം റോക്ക് സ്ലൈഡ്സ് ഫ്രം ദ ഹിൽസ് അഡ്ജോയിനിങ് ദ റിസർവയർ. ഇതെന്ന് പറയുന്നത് നാരോ ഗോർജസ് വിത്ത് സ്റ്റീപ്പ് അബട്ട്മെൻറ്റ്സിലാണെങ്കിൽ കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ് ഈ ടണൽ സ്പിൽവേസ്. അപ്പോൾ ഈ റോക്ക് സ്ലൈഡ്സിൻ്റെ എന്തെങ്കിലും ഡേഞ്ചറിൽ നിന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടി നന്നായിട്ട് ഈ സ്പില്ല് ഉപയോഗിക്കാം, ആ ഡേഞ്ചറൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഓപ്പൺ ചാനൽസ് ആണെങ്കിൽ റോക്ക് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ക്വാണ്ടിറ്റി കൂടെയാണ് കൊണ്ടുപോകണമെങ്കിൽ ആ ഡേഞ്ചറൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് 7 ടൈപ്പ് സ്പിൽവേസ്.